മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടന് വോട്ടുണ്ടോ? പിന്നെ എനിക്ക് വോട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതല്ലേ എന്ന് പറയാൻ വരട്ടെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം ഇറക്കേണ്ടതായിരുന്നു. അത് 2 ദിവസത്തിനകം പുറത്താകും. എന്നാൽ ഭരണകക്ഷിയിൽ സ്വാധീനമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയുടെ കരട് കിട്ടിക്കഴിഞ്ഞു. ആ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തകളനുസരിച്ച് 2020 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉള്ള വോട്ടേഴ്സിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവുണ്ട് 2025 കരട് വോട്ടർ പട്ടികയിൽ. പുതിയതായി ഏതാണ്ട് 3,26,000 പേരെ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ചേർത്ത് കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഏതാണ്ട് 13 ലക്ഷത്തോളം പേരെയാണ് 2020 വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ടാവാം, മറ്റു കുറച്ച് പേര് ജോലി സംബന്ധമായിട്ട് പുറത്തു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ താമസം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് പുറത്താക്കുന്നത് എന്നാണ് കേൾവി. എന്നാൽ അതേപോലെ തന്നെ പുതിയതായി കുറേ പേർ വന്നിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും 10 ലക്ഷത്തോളം ആൾക്കാരെ ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ന്യായവും കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. 2020 വോട്ടർ പട്ടികയിൽ 2,76,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2025 പുതിയ കരട് വോട്ടർ പട്ടികയിൽ 2,66,00,000 വോട്ടർമാരാണുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 10 ലക്ഷത്തോളം ആൾക്കാരുടെ വ്യത്യാസം, കുറവ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമുക്കിപ്പോൾ പുതിയതായി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള സമയമാണ്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെയാണ് അതിനുള്ള സമയം. ഏതാണ്ട് 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ട് വോട്ടർ പട്ടികയിലുണ്ട് എന്നുറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. യഥാർത്ഥത്തിൽ നിയമസഭാ ഇലക്ഷന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റായ www.SEC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. SEC.Kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് വളരെ ഈസിയായി നമ്മുടെ പേര് ഈ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത്തരത്തിലുള്ള പരിശോധന നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇലക്ഷൻ നടക്കും. അപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്ക് ഒരു വോട്ട് വളരെ നിർബന്ധമായി ഉണ്ടാകേണ്ടതാണ്. ആ ഒരു അവകാശം നമ്മൾ വിനിയോഗിക്കാതിരുന്നാൽ ഒരുപക്ഷെ ഇന്ന് പൊതുപ്രവർത്തകർ നൽകുന്ന വില നമുക്കൊരു വോട്ടില്ലെങ്കിൽ അവർ തരണമെന്നില്ല. അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നുള്ളത് അറിയിക്കാനാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇലക്ഷനുകളിൽ പരേതരും ഒക്കെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വോട്ട് സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വന്ന് ചെയ്തു പോകുന്ന ചരിത്രവും കേരളത്തിലെ ഇലക്ഷനുകളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വോട്ട് അവകാശം വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടാവണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആ അവകാശം മറ്റൊരാൾ എടുത്തു കളയുന്നത് ഒഴിവാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വോട്ടർ പട്ടികയിലെ പേര് വിവരം അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.